ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ന്യൂ ബീനിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് 8ാം ക്ലാസ്സിലെ സാന്ദ്ര സൗഹൃദം എന്ന പാഠഭാഗത്തിൻ്റെ ആസ്വാദനമാണ്. ശ്രീകൃഷ്ണൻ കുചേലനോട് ചോദിക്കുന്ന ചില കാര്യങ്ങളാണ് നമുക്ക് ഈ പാഠഭാഗത്ത് കാണാൻ കഴിയുന്നത്. ശ്രീകൃഷ്ണനെ കാണാനെത്തിയ തൻ്റെ പഴയ സുഹൃത്തായ സതീർത്ഥ്യനായ കുചേലനെ കണ്ടപ്പോൾ ശ്രീകൃഷ്ണന് അതിയായ സന്തോഷമുണ്ടാവുകയും ശ്രീകൃഷ്ണൻ ഉടനെ തന്നെ കുചേലനെ വരവേൽക്കുകയും സ്വീകരിക്കുകയും കുചേലനോട് പണ്ട് സാന്ദീപനി ഗൃഹത്തിൽ ഒരുമിച്ച് താമസിച്ച് വേദശാസ്ത്രം പഠിക്കുമ്പോഴുണ്ടായ കാലത്തെ അനുഭവങ്ങൾ അങ്ങ് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യുകയാണ്. നമുക്ക് അന്ന് വലിയ സൗഹൃദമായിരുന്നു നമ്മൾ തമ്മിലുണ്ടായിരുന്നത്, അത് മറന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നു. അതേപോലെ ഗുരുപത്നിയുടെ നിർദ്ദേശത്താൽ വിറക് ശേഖരിക്കാൻ ഒന്നിച്ച് കാട്ടിൽ പോയി. അങ്ങനെ ഒന്നിച്ച് കാട്ടിൽ പോയിട്ട് വിറകൊക്കെ ഒടിച്ച് കെട്ടിവെച്ചപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചു. അതൊക്കെ ഓർക്കുന്നില്ലേ? കൂരിരുട്ടിലും മഴയിലും നമ്മൾ പേടിച്ച് ഊഹിച്ച് നിന്നു, ഒന്നിച്ച് കൈപിടിച്ച് നിന്നു. സന്ധ്യയായപ്പോൾ ഗുരുപത്നിയോട് ഗുരു കോപിച്ച് നമ്മളെ കാണാൻ അന്വേഷിച്ച് പുറപ്പെട്ടു വന്നു. നമ്മളെ കണ്ട് നമ്മൾ പേടിച്ച് വിറച്ച് ഗുരുവിൻ്റെ അടുത്ത് പോയി നമസ്കരിച്ചു. നമ്മളെ ഗുരു അനുഗ്രഹിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുന്നില്ലേ? പണ്ട് നമ്മൾ ഒരുമിച്ച് നിന്നതും ഒരുമിച്ച് താമസിച്ച് പഠിച്ചതും, അങ്ങനെ നമ്മൾ വിറക് ശേഖരിക്കാൻ വേണ്ടി കാട്ടിൽ പോയതും, അവിടെ പോയിട്ട് മഴ പെയ്തു, അപ്പോൾ നമുക്ക് പേടിയായി, കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് കൈപിടിച്ച് പൊത്തിൽ പോയി ഒളിച്ച് നിന്നതും, രാവിലെ ആയപ്പോൾ ഗുരു നമ്മളെ അന്വേഷിച്ച് വന്നതും, നമ്മളെ ഗുരു അനുഗ്രഹിച്ചതുമെല്ലാം ഓർമ്മയുണ്ടോ എന്ന് കൃഷ്ണൻ കുചേലനോട് ചോദിക്കുകയാണ്. അങ്ങനെ ഗുരു നമ്മളെ അനുഗ്രഹിച്ചു. ഗുരുവിൻ്റെ അനുഗ്രഹമില്ലാതെ ആർക്കും ജന്മസാഫല്യം ഉണ്ടാവില്ല, ഗുരുകടാക്ഷമില്ലാതെ നമുക്ക് ജന്മം നല്ലതാവില്ല, സഫലമാവില്ല എന്ന് കൂടി കൃഷ്ണൻ കുചേലനോട് പറയുകയാണ്. ഇത്രയുമാണ് സാന്ദ്ര സൗഹൃദം എന്ന പാഠത്തിൻ്റെ ആശയമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ ചെറിയൊരു പാഠഭാഗമാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു മനോഹരമായ വീഡിയോയുമായി ന്യൂ ബിഗിനിങ് വീണ്ടും വരും.